ഞാൻ ചോദിച്ചു ഏ തിരിച്ചെടുത്ത്. ഏ ഇനി നാട്ടിൽ വന്നിട്ട് വേണം മീനൊക്കെ കഴിക്കാൻ. എത്ര ഒരു വർഷമാകാൻ പോകുന്നു മീനൊക്കെ കഴിച്ചിട്ട്. അല്ല അവിടെ മീൻ കിട്ടത്തില്ലടാ. ഏ ഇല്ല, ഇവിടെ അവിടെ നമ്മുടെ ആ ടൈപ്പ് മീന് ചൂരൻ ചെങ്കലും അങ്ങനെയുള്ളതൊന്നും കിട്ടത്തില്ല. ആ അത് ശരി. ഇവിടെ മറ്റേ വളർത്തു മീനൊക്കെയാ. വളർത്തു മീനാ. ഉം. ആ ഇവിടെ എല്ലാം നമുക്ക് നാട്ടിൽ വന്ന എല്ലാം അതാണെങ്കിൽ ഒരു കഴിക്കണോ. ടേസ്റ്റും ഇല്ല, ഭയങ്കര പാവം ഒരു ബിയോൺ ചൊവയും. പറയുന്ന കേട്ടാ കൊതിപ്പിക്കില്ല. ദേ അച്ചു വന്നിട്ടുണ്ട്. അച്ചു ആ അതാണ് അച്ചു കുയ് കുയ് കുയ്. ഒന്നാമത് അച്ചു നാട്ടിലും അല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അച്ചു കൊതി നീ വരും. ഷുഗറിൽ ചേർന്ന അച്ചു. ദിവ്യചേച്ചിക്ക് അച്ചുസേ ദിവ്യചേച്ചിയുടെ ലൈവിൽ പോകുമ്പോൾ ഞാൻ ഇതുപോലെ പറയുമ്പോഴേക്ക് ഞാൻ പിന്നെ മിണ്ടത്തില്ല. ഇതല്ലേ അച്ചുവേ മറ്റേ അർച്ചു? ഇവിടെ ഇവിടെ ഡി പി നമ്മുടെ അച്ചു. മാറ്റിയോ? ബ്ലാക്ക് ആയിരുന്നല്ലോ. അയ്യോ എനിക്കാരാ ബ്ലൂ തന്നെ. അച്ചു നിനക്ക് നിനക്ക് ഇവിടെ ബ്ലൂ ബ്ലൂ. വേണ്ടേ? ബ്ലൂ വേണ്ട, മാറ്റിയേക്കാം. എടി സബ് ചെയ്യാൻ അച്ചു വേണ്ടിട്ട് മാറ്റിയതാ വരുന്നവരെ. നിനക്ക് വേണ്ടേ? വേണ്ടേ ഒരു മാറ്റിയേക്കാം. ദിവസം ഒരു ഫ്രണ്ട് ഫിലിപ്പീനോ ലേഡി ലൈവിൽ കാണിച്ച് ഒരു കാണിച്ച് ദിവസം ഒരു അടുത്തിരുന്ന ഫ്രണ്ട് കുപ്പി കാണിച്ച് ലൈവ് തന്നെ സ്റ്റോപ്പായി. ആ ശരി ചേച്ചി, അത് ചേച്ചി പറഞ്ഞ കറക്റ്റാ. അത് കുഴപ്പമോ. ഒരു ഫിലിപ്പീനോ ലേഡി യൂട്യൂബ്. ആ അതുകൊണ്ടല്ലേ ഞാൻ കുപ്പി എടുത്ത് കാണിച്ചത്. ഞാൻ മിക്ക ദിവസവും ഇതാണ് കുടിക്കുന്നത്. ഹാപ്പി പിസ്സ ബിയോൺ ആ സ്നേഹം തരും. താങ്ക് യു ചുമ്മാ സോ അല്ല. മച്ച് അപ്പൊ കേട്ടോ. ഇവൻ എടി വിജയ് എന്നിട്ടാ വിജയ് ചേട്ടൻ പറഞ്ഞ് ഇവനൊരു ചെറുത് കൊടുക്കുക. ഇവനൊരു ഫിസ് കുടിച്ചപ്പോഴേ ഇവൻ കിളിപോയായിരിക്കുന്നേ. അയ്യോ, ഹാപ്പി പിസ്സ കുടിച്ചാൽ മറ്റുള്ളവർ ആയിരിക്കും വേറെന്താണ്ടാന്ന്. ആ കുപ്പി എടുത്ത് വെച്ച് കുടിച്ചാൽ പിന്നെ അറിയില്ല. അത് എടാ ഞാൻ ആനന്ദ് ഇറങ്ങട്ടെ എന്നാ. കണ്ടില്ലല്ലോ. ആനന്ദ് ഇറങ്ങി കാണത്തില്ലേ ഇപ്പോ? അറിയില്ലടാ, ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ നോക്കാം ബിയോണെ, ഞാൻ നോക്കാം, മറക്കില്ല കേട്ടോ, നോക്കാം. ഷാരു ആനന്ദ് ഇറങ്ങേണ്ട സമയമായില്ലയോ? 9 മണിയായല്ലോ. ആ ആനന്ദിനെ കണ്ടില്ല. ശിവന്യ തിരിച്ചു വന്ന. ശിവു ബാക്ക് ബാക്ക്. ശിവു ഈസ് ബാക്ക്. ബാക്ക്, ഐ ആം ബാക്ക്. പിന്നെ നമ്മുടെ ഫ്രണ്ടിന് ഒരു പട്ടാളക്കാരൻ തോക്ക് കാണിച്ചു. ലൈവ് ഓഫ് ആയി. ഓക്കെ, അത് ദിവ്യച്ച് അത് മറ്റേ ഇല്ലേ അങ്ങനെയുള്ള ഈ വെപ്പൺസ് ഒക്കെ ഇല്ലേ, ആ ഐറ്റംസ് ഒക്കെ ഇല്ലേ, അതാണ്. നിനക്ക് വേണ്ടേ ബ്ലൂ? ബ്ലൂ വേണ്ട, ഞാൻ ഇപ്പൊ മാറ്റിയേക്ക്. നീ എന്തിനാ എടി അതിനെ നിനക്ക് ബ്ലൂ വേണ്ടേ? പേടിക്കുന്ന ബ്ലൂ എന്തിനാ? വേണ്ടെങ്കിൽ മാറ്റാപ്പം. ബിയോൺ കഴിക്കൂ. കിഴക്ക് സൂര്യൻ ഉദിച്ചല്ലോ, അപ്പട്ടല്ലേ? അതേത് എടാ പാട്ടാണ്? ഒരുമിച്ചിട്. ഇടയ്ക്ക് വേറെ മെസ്സേജ് കയറുമെന്ന് കഴിഞ്ഞാൽ വായിക്കാൻ പറ്റൂല. അതേതാടാ? നാഥ അതെ. പാടാം ഞാനീ, ആ പാട്ട് ഞാൻ കണ്ടില്ലേ? റീൽസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ ആ പാട്ടിൽ, ഇഷ്ടം പോലെ വൈറലായിരുന്നത്. ആ മതിയാ. ഓക്കെ മുത്ത, മാറ്റിയിട്ടുണ്ട്. പഴയ പോലെ മതി. എന്ത്? കിഴക്ക് സൂര്യൻ ഉദിച്ചല്ലോ, വാനിൽ പറവ ആ പറന്നല്ലോ. പാട്ട് കേട്ടിട്ടില്ലേ? റീൽസിലുണ്ട്, ഉണ്ടോ? യൂട്യൂബിൽ ഷോർട്സിലും ഉണ്ടായിരുന്നല്ലോ. അതെന്തിനാ കിടന്ന് കരയുന്ന അർച്ചന? ഒരു ബ്ലൂ അല്ലേ ഓ ബ്ലൂവിന്റെ അവർക്ക് കാര്യമാണോ വേണ്ട. പറഞ്ഞ അവർക്ക് പഴയതുപോലെ സാധാരണ പോലെ മതിയെന്ന്? നിൽക്കുന്നത് ഇഷ്ടം. ഈ അറിവ് കെട്ട മുണ്ടത്തെ ഉണ്ടല്ലോ. ഞാൻ കഴിച്ചില്ലടി. അവര് ഹൗസ് ഓണറൊക്കെ പുറത്ത് പോയേക്കും അവരുടെ മോളുമായിട്ട്. അവര് വന്നിട്ട് അയ്യോ വേണം ഇനി വല്ലതും ആണോ? വെച്ചുണ്ടാക്കി കഴിക്കാൻ. ഞാൻ ഓർഡർ ചെയ്താലും ദൈവമേ. നല്ലേക്കുമായിരുന്നു, വിശക്കും. നീ ഓർഡർ ചെയ്ത് കഴിയടാ. അവരിനി എപ്പോ വരുന്ന നോക്കിയിരിക്കുക. അതാ അവരിനി എപ്പോ വന്നിട്ട് ഞാൻ കഴിക്കാന്? അത് കഷ്ടം തന്നെ. കയ്യിൽ നിന്ന് റെന്റ് വാങ്ങിച്ചിട്ട് അവരിങ്ങനെ ചെയ്യുന്നത് മോശമാണ്. കിഴക്ക് ഇപ്പൊ മനസ്സിലായോ പാട്ട്? കാരണം ബിയോൺ ഇട്ട് നോക്ക്. നീ ആ പാടൊന്ന് പാടിയേ. ഏ നീ ആ പാട്ടൊന്ന് പാടിയേ. എനിക്കത് ചിരി വരും, ഒരു മിനിറ്റ്. അതെന്താ? കിഴക്ക് സൂര്യൻ ഉദിച്ചല്ലോ, വാനിൽ പറവ പറന്നല്ലോ, നാഥ പാടാം ഞാൻ എന്നും നിന്റെ കീർത്തനം. ഓ നേരാ വഴികാട്ടി നീ എൻ മുൻപിൽ വന്നിടൂ. ആ പാട്ട് ഇപ്പൊ മനസ്സിലായി. മനസ്സിലായ? അത് ആ ടോണില് പാടിയാലേ നമുക്ക് കത്തത്തുള്ളൂ എന്തുവാ ഏത് പാട്ടാന്നുള്ളത്. അതല്ലേ ഇപ്പൊ അത് കിട്ടിയടാ. തന്നെ, അത് തന്നെ. അച്ചു ഞാൻ കഴിച്ചില്ല മുത്തേ, കഴിക്കണോടാ. അയ്യോ ഞാൻ ഇത് ഞാൻ പാവല്ലേ. അതെ അതെ, പാവല്ലേ. നമ്മുടെ അർച്ചു പാവമാണ്. അത് തന്നെ. ക്രിസ്മസ് സോങ് ആണ് 2020 ട്രെൻഡ് സോങ് കിഴക്ക്